അറിയില്ല. ചിലര് പറയണു നമ്മുടെ കയ്യിലിരിപ്പൊക്കെ വെച്ചിട്ട് എവിടെങ്കിലും ഗുദാമിൽ കൊണ്ടിടാനാണ് സാധ്യത. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളാണ്. ഉള്ള സമയത്ത് വീട്ടിൽ കഞ്ഞിയാണെങ്കിലും സന്തോഷമായിട്ട് കുടിക്കാനുള്ളത് ഒരു മാനസിക നില നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ തനുമാനസ എന്ന് പറയുന്നു. അങ്ങനെ മനസ്സ് വിശാലമാകുമ്പോൾ ഇതെല്ലാം പടിപടികളായിട്ട് പറയുന്നതാണ്. ഋഷിമാര് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളല്ല, ആശയങ്ങളല്ല നമ്മളോട് പറഞ്ഞു തരുന്നത്. മനുഷ്യ ജീവിതം നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സത്വാപത്തി എന്ന് പറയുന്നതായിട്ടുള്ള അടുത്തതായിട്ടുള്ള യോഗഭൂമിക, നാലാമത്തെ യോഗഭൂമിക. സത്വാപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ സത്വഗുണം വർദ്ധിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ആപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലർ വ്യാപ്തവും എന്ന് പറഞ്ഞിട്ടുള്ള സംസ്കൃത ധാതുവിൽ നിന്നാണ് സത്വാപത്തി എന്ന ശബ്ദം ഉണ്ടാകുന്നത്. സത്വഗുണം കൂടുതൽ വികസിക്കുക. 3 ഗുണങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതെല്ലാവരിലും ഉള്ളതാണ്. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ ഉള്ളിലും ഈ 3 ഗുണങ്ങളുണ്ട്. അതിനാണ് ഇതൊക്കെ മനസ്സിലാകാനാണ് ഭഗവത്ഗീതയൊക്കെ വായിക്കണമെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഒരു അധ്യായം തന്നെ ഇതിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഗുണത്രയ വിഭാഗ യോഗം എന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട്. ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണോ, ആ ഗുണങ്ങൾ നമ്മളിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇതിൽ ഏത് ഗുണങ്ങളാണ് നല്ലത്, ആ നല്ല ഗുണത്തിലേക്ക് നമുക്ക് എങ്ങനെ പരിവർത്തനപ്പെടാം എന്നൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കി അറിയിപ്പം അതിനെ കുറിച്ചിട്ട് പറയില്ലേ, പേടിക്കണ്ട. അപ്പൊ ആ രീതിയിൽ ഈ ഗുണങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പൊ അതിൽ തമോ ഗുണത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലസ്യം. ഇതാണ് മെയിനായിട്ട് അതിന്റെ സ്വഭാവം. അല്ലെ, എന്തുണ്ടെങ്കിലും മടിയായിട്ടിരിക്കുക. ഒരു കാര്യവും അവനവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ നാളെ ആവാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് തമോ ഗുണത്തിൻ്റെതായ സ്വഭാവം. മന്ദത, അല്ലെ, എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ച മാതിരി ഇരിക്കുന്ന ചില പ്രകൃതങ്ങളുണ്ട്. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇരിക്കാൻ ഒരു സ്വഭാവം. അതാണ് തമോ ഗുണത്തിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവം. അതിൽ നിന്ന് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ, ഉയർന്നു വന്നു കഴിഞ്ഞാൽ രജോ ഗുണത്തിലേക്ക് വരും. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകുശലനായിരിക്കും, ഉത്സാഹിയായിരിക്കും. ആ രജോ ഗുണം മൂത്ത് നിൽക്കുന്ന ആളുകളെയാണ് പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, നാട്ടിൻപുറങ്ങളിലൊക്കെ പറയാറുള്ളത്, കാള പെറ്റു എന്ന് കേട്ട് കഴിഞ്ഞാൽ കയറെടുത്തിട്ട് പോണ വിദ്വാന്മാർ. നമ്മുടെ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ചില ആളുകൾക്ക്, അല്ലേ. എടുത്ത് ചാടും. എന്തിനാ ഓടുന്നത് മൂപ്പർക്കും അറിയില്ല. ഞങ്ങളുടെ പണ്ട് ഞാൻ അവിടെ ഒരു ആശ്രമത്തിൽ, കൊടകര ഒരു ആശ്രമത്തിലുള്ള സമയത്ത് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട്. നല്ല മിടുക്കനായിട്ടുള്ള പയ്യനാണ്, വളരെ ഉത്സാഹിയാണ്. ഈ ഉത്സാഹം കൂടിയാലും ബുദ്ധിമുട്ടാണ്, അല്ലേ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവന് വളരെ ഉത്സാഹിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യോതിഷേ കടയിലൊന്ന് പോകണല്ലോ എന്ന് പറയാം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മൊബൈൽ ഫോണൊന്നും അത്ര എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ വന്നിട്ടില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവനൊരു സൈക്കിളുണ്ട്. അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ജ്യോതിഷ എന്ത് കാര്യത്തിനും ഉത്സാഹിയായിട്ടുള്ള ആളാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യോതിഷേ കടയിലൊന്ന് പോകണല്ലോ. അതിനെന്താ ചേട്ടാ? പറഞ്ഞത് കേട്ടു, ആൾ സൈക്കിൾ എടുത്തിട്ട് വിട്ടു കടയിലേക്ക് എന്നുള്ളതാണ്. കടയിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്, എന്തിനപ്പോൾ കടയിലേക്ക് പോരാൻ പറഞ്ഞു എന്നാലും അത് ചോദിച്ചില്ലേ. അതാണ് ഉത്സാഹം കൂടിയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. എടുത്തു ചാടും, പക്ഷെ എന്തിനാ പോകുന്നതെന്ന് ഓർമ്മയില്ല. 2ാമത് സൈക്കിൾ ചവിട്ടി ഇവിടെ വന്ന് തിരിച്ചു വന്ന് ചോദിച്ചു എന്തിനാ പോകുന്നത്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഈ രജോ ഗുണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രജോ ഗുണം നമുക്ക് ആവശ്യമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനത്തിന് സ്പീഡ് ആവശ്യമാണ്, അല്ലേ. സ്പീഡുള്ള വാഹനത്തിലാണോ സ്പീഡ് ഇല്ലാത്ത വാഹനത്തിലാണോ നമുക്ക് പോകാൻ താല്പര്യം? അത് നാളെ മനോഹരമായിട്ടുള്ള ട്രോൾ ആരോ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയയിൽ ട്രോൾ വന്നതാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബസ് നിർത്താണ്ട പോകുമ്പോഴാണോ നിർത്തിപ്പോകുമ്പോഴാണോ നമുക്ക് ദേഷ്യം വരിക? നിർത്താണ്ട പോകുമ്പോൾ ദേഷ്യം വരും, അല്ലേ. ബസ്സിനെ നമ്മൾ പ്രാകും, ചീത്ത പറയും. ഇനി അവിടെ ഒരു ബസ് നിർത്തി നമ്മൾ കയറി എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോവുകയാണെങ്കിലോ, അല്ലേ. നമ്മൾ കയറുന്നത് വരെ ഒക്കെയാണ്, പിന്നെ എല്ലായിടത്തും നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ദേഷ്യം വേറെ ഉണ്ടാവില്ല. ഇത് ലോക സ്വഭാവമാണ് ഇതൊക്കെ. ഇതുപോലെ ഈ രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് പോലെയാണ്. രജോ ഗുണം നമുക്ക് ആവശ്യമാണ് വാഹനത്തിന് സ്പീഡ് പോലെ. വാഹനത്തിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലേ.
സ്പീഡ് ആവശ്യമാണ്. വേണ്ട സ്ഥലത്ത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഹമ്പ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ സ്പീഡ് കുറയ്ക്കാനും, വളവിലാണെങ്കിലും അല്ലാത്ത സ്ഥലത്ത് സ്പീഡ് കൂട്ടാനും ഒക്കെ നമുക്കത് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യാത്ര സുഖമാണ്. ഇതുപോലെയാണ് ജീവിതത്തിൽ സ്പീഡ് നമുക്ക് ആവശ്യമാണ്, രജോഗുണം, ഊർജ്ജസ്വലത ഒക്കെ ആവശ്യമാണ്. പക്ഷേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനാണ് ഈ ഉപാസനയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മനസ്സ് രജോ ഗുണത്തോടൊപ്പം തന്നെ സത്വഗുണ പ്രധാനമായിട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്കിന്റെയും ആക്സിലേറ്ററിന്റെയും ക്ലച്ചിന്റെയും അതുപോലെ സ്റ്റിയറിംഗിന്റെയും ഒക്കെ നിയന്ത്രണം നമ്മുടെ കയ്യിലുള്ള അവസ്ഥയാണ്. ഇടയ്ക്ക് എന്തെങ്കിലും വണ്ടിയിൽ പ്രശ്നങ്ങൾ വന്നു, ഇപ്പോൾ ഒക്കെ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് എങ്ങാനും സ്റ്റിയറിംഗ് ഒക്കെ ജാമായി, വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റിയറിംഗ് ജാമായുള്ള അവസ്ഥ എന്തായിരിക്കും ഉണ്ടാവുക? എവിടെ പോയി ഇടിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഈ രജോ ഗുണത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ എന്നുള്ളതാണ്. ജീവിതത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് പല എടുത്തുചാട്ടങ്ങൾ ഉണ്ടായിട്ട് പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് പല ആളുകൾക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഈ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. ബുദ്ധിക്ക് കപ്പാസിറ്റി ഉണ്ടാവണം. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഓഫീസിലോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. നമ്മളതിന്റെ MD ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 10-15 പേര് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഓഫീസാണെന്ന് വിചാരിക്കുക. നമ്മളതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരാളാണ്. ഈ ടോപ്പിലുള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 15 പേരെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, ഇല്ലേ? ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ 15 പേര് ഇദ്ദേഹത്തെ ഭരിക്കാൻ തുടങ്ങും. ഓഫീസ് മര്യാദയ്ക്ക് നടക്കുവോ? ഇല്ല. ആദ്യം ഉണ്ടാവേണ്ടതായിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ട് അവരവർ ചെയ്യുന്നതായിട്ടുള്ള ജോലികൾ കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്യിക്കാനുള്ള ആ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു കമാൻഡിങ് കപ്പാസിറ്റി അതിന്റെ ആ ഹെഡായിരിക്കുന്ന ആൾക്ക് ആവശ്യമാണ്. എന്നാൽ ഈ 10 അല്ലെങ്കിൽ 15 ആളുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കൂ. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം അയാൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴേക്ക് കട പൂട്ടേണ്ടി വരും, അല്ലേ? സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇതേ അവസ്ഥയാണ് നമ്മുടെ. നമുക്കും 10 ആളുകളുണ്ട്, 10 ജോലിക്കാർ നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്. ദൈവമേ പൊന്നു ചങ്ങാതി, എന്താ സ്വാമിയാരെ വിളിച്ചു പറയണത്? നമുക്ക് ഒരാൾക്ക് കാശ് കൊടുക്കാനുള്ള വരുമാനം ഇല്ലാണ്ടിരിക്കുമ്പോ 10 ആള് നമ്മളൊക്കെ വലിയ മുതലാളിമാരാണേ. 10 ആളുകൾ ഫുൾ ടൈം വർക്ക് ചെയ്യാണ്. ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ ഈ 10 ഇന്ദ്രിയങ്ങളെ, അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 5 എണ്ണം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ അണ്ടറിൽ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 10 പേരെയും നിയന്ത്രിക്കാനുള്ള മുതലാളിയാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. എപ്പോഴാണ് ബുദ്ധിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? അതാണ് നേരത്തെ ഓഫീസിന്റെ കാര്യം പറഞ്ഞത്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ എന്ന് പറയുന്നത് പുറമെന്ന് ആരും വരുത്തുന്നതല്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അതിലൊരു 60% നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാം. ഞാനൊരു 60 വെച്ച് നിർത്തി. ഈ 60% നമ്മുടെ മാനസിക സംഘർഷങ്ങള് ഒരു കാര്യമില്ലാണ്ട് ആലോചിച്ചുണ്ടാക്കുന്നതാണ്, അല്ലേ? ഓരോന്ന് ആലോചിച്ച് നമ്മൾ കൂട്ടുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയതായിട്ടുള്ള പ്രശ്നങ്ങൾ. നടക്കാനുള്ളത് അതിന്റെ വഴിക്ക് നടക്കുവപ്പാ. നമ്മൾ ആലോചിച്ച് കൂട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല മാറ്റവും വരാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ വെറുതെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആലോചിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഓക്കെ. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടുക എന്നല്ലാണ്ട് പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ബുദ്ധി തെളിയണം എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഈ രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നത്. അപ്പൊ അതുമാണ് നമ്മൾ സത്വാപത്തി എന്ന് പറഞ്ഞതായിട്ടുള്ള യോഗ ഭൂമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മനസ്സിന് സത്വഗുണം ഇവകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തണം. രജോ ഗുണം നമുക്ക് ആവശ്യമാണ്, തമോ ഗുണം ആവശ്യമാണ്. ഇതൊക്കെ ആവശ്യമാണെങ്കിൽ കൂടിയിട്ട് ഇതിനെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന സത്വഗുണമായിരിക്കണം എപ്പോഴും മുകളിൽ ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓഫീസ് നടത്തുമ്പോൾ അതിന്റെ MD ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഈ 10 അല്ലെങ്കിൽ 15 പേരെ കൺട്രോൾ ചെയ്യാനുള്ളതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, എന്നാലേ അത് നന്നായി നടക്കും. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൃഷ്ണാവതാര കഥകളൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഈ കൃഷ്ണാവതാരത്തെ, ഭാഗവതത്തില് കൃഷ്ണാവതാരത്തെ കുറിച്ചിട്ട് പറയുന്നു. ഈ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞിട്ട് എത്രയോ കാലമായി അല്ലെ? 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. ആ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതായിട്ടുള്ള ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് ഇന്ന് നമ്മളിവിടെ കേട്ടിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഉള്ളിലാണ് ഈ കൃഷ്ണാവതാരം ഉണ്ടാവേണ്ടത്. വളരെ മനോഹരമായിട്ട് ഭാഗവതത്തിൽ തന്നെ വേദവ്യാസ മഹർഷി അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഒരു കൃഷ്ണാവതാരം എന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ബ്രഹ്മാവിന്റെ സ്തുതിയിൽ പറയുന്നുള്ളതാണ്. അതായത് താവത് കാരാഗൃഹം ഗൃഹം യാവത് കൃഷ്ണനത്തെ ജനാഹ എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്രഹ്മാവ് സ്തുതിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. വത്സസ്തയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ വരുന്നുണ്ട്. അപ്പൊ അതില് അദ്ദേഹം ഭഗവാനെ പലതും പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് പറയാണ്, അതായത് താവത് കാരാഗൃഹം ഗൃഹം, ഏതുവരെയാണോ നമ്മുടെ മനസ്സില് ഈ ഈശ്വരീയ ഭാവനകൾ വികസിക്കാത്തത്, നമ്മുടെ മനസ്സിൽ ഈശ്വരീയ ഭാവനകൾ വികസിക്കാത്തത് അല്ലെങ്കിൽ സത്വഗുണം വികസിക്കാത്തത്, അതുവരെ നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള വീട് എന്ന് പറയുന്നത് കാരാഗൃഹത്തിന് തുല്യമാണ്. കാരാഗൃഹം എന്ന് പറഞ്ഞാൽ ജയില് അല്ലേ? ജയിലും നമുക്ക് താമസിക്കാനുള്ള സ്ഥലം തന്നെയാണ്. മഴ കൊള്ളില്ല, വെയിൽ ഉണ്ടാവില്ല, സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ഇതൊക്കെ നമുക്ക് ജയിലിൽ കിട്ടും. പക്ഷെ ജയിലിൽ താമസിക്കാൻ നമുക്കിഷ്ടമാണോ? അല്ല. കാരണം സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അതാണ് താവത് കാരാഗൃഹം ഗൃഹം. നമ്മുടെ വീട് കാരാഗൃഹം പോലെ ആയിത്തീരും എന്നാണ് പറയുന്നത്. ഒരു സ്വസ്ഥതയില്ല. കാരാഗ്രഹം, ജയിലെന്ന് പറഞ്ഞാൽ അതാണല്ലോ. ജയിലിൽ നമുക്ക് ശിക്ഷ കിട്ടിയിട്ട് നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഒന്നുമല്ല ജയിലിൽ കഴിയുക. എപ്പോഴാണോ പരോള് കിട്ടുക, എപ്പോഴാണോ ഇതൊന്ന് മോചനം കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് ജയിലിലാവുമ്പോൾ. ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സ്വസ്ഥതയില്ല എന്നുള്ളത് പറയണം. കാരണം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ വീടുകളിൽ എന്തിന്റെ കുറവാണുള്ളത്? കിടന്നുറങ്ങാൻ സൗകര്യമുണ്ട് അല്ലെ? ഭക്ഷണം കഴിക്കാൻ, നമ്മൾ ജോലിക്ക് പോയിട്ടാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, കുട്ടികളുണ്ട്, ബാക്കിയുള്ളതുണ്ട്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉണ്ടെങ്കിൽ ഒരു സാധനത്തിന് മാത്രമേ കുറവുണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. എന്നാലും എന്തായിരിക്കും അത്? മാനസമാധാനി. ശരി തന്നെയല്ലേ? ഉണ്ട്, എന്നാലും വേണ്ടത്ര ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. സംഗതിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഈ ഊണിന് അച്ചാറ് തൊട്ട് കൂട്ടും പോലെ കുറേശ്ശൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആവശ്യത്തിനില്ല. ഈ മനസമാധാനം എങ്ങനെ ഇല്ലാണ്ടാവണത്? അവിടെയാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് മനസ്സമാധാനം, സന്തോഷം എങ്ങനെ ഉണ്ടാവാം, എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള കാരണമാണ് പറയുന്നത് യാവത് കൃഷ്ണനത്തെ ജനാഹ. അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ളില് ഈശ്വരീയ ഭാവനകൾ കുറവാണെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതിന് കാരണം അതിനിപ്പോ അതുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വലിയ കുറിയൊക്കെ മൊത്തം വരച്ച് ഭസ്മൊക്കെ പൂശി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുറി പൂട്ടാലും കുറി ഇട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒന്ന് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ഗംഭീരമായിട്ടുള്ള കുറി വരയ്ക്കുന്നു, നല്ല കസവിന്റെ വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ അതിന്റെ ബാഹ്യമായിട്ടുള്ള ചില സിമ്പിൾസ് മാത്രമാണ്. അത് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റിവിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ സത്വഗുണം വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് വിശാലമാവുക. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കലഹങ്ങളാണെങ്കിലും ബഹളങ്ങളാണെങ്കിലും മത്സരങ്ങളാണെങ്കിലും പിരിമുറുക്കങ്ങളാണെങ്കിലും ഞാനാണോ മീതെ നീയാണോ മീതെ എന്നുള്ള മത്സരത്തിന്റെ തുടർച്ചയാണ്.
ഞാൻ പറഞ്ഞത് ഒരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞതിനാ ഞാൻ എല്ലാ കാര്യങ്ങളും കേൾക്കണം, എനിക്കെന്തിനാ കുറവുള്ളത്? ഭാര്യ വിചാരിക്കും കുറെ കാലായി തുടങ്ങിയിട്ട്. അങ്ങനെ ചിലക്ക് പറയാറില്ലേ, നിങ്ങളുടെ കൂടെ കൂടി അന്ന് തുടങ്ങിയിട്ടുള്ളതാ എന്റെ ഈ അനുഭവം. മറ്റാളും പറയും, എത്ര എണ്ണം വന്ന് പെട്ടതാ അവസാനം വന്ന് കയറിയത് ഇങ്ങനെ ഒരു സാധനം. ഇതൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അപ്പ നിങ്ങൾ ഈ മുഖത്ത് നോക്കിയതും പറഞ്ഞിട്ട് മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലെന്നേ. അപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ നല്ലത്? നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത് എന്ന് പറയാണ്. ഈ മനോഭാവം മാറണമെങ്കിൽ ഈ സത്വഗുണം നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും നമ്മൾ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ കൊണ്ടുവിടുന്നതല്ല. നമ്മുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങൾ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, അല്ലെങ്കിൽ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, ഗംഭീരമായിട്ടുള്ള മാനേജ്മെന്റ് ടെക്സ്റ്റുകളാണ് നമ്മുടെ ഓരോ സ്പിരിച്വൽ ടെക്സ്റ്റും. മാനേജ്മെന്റ് ടെക്സ്റ്റ് മാത്രമല്ല, ഗംഭീരമായിട്ടുള്ള സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മനഃശാസ്ത്രപരമായിട്ട് ഇത്രയധികം ചിന്തിച്ച് കണ്ടെത്തിയതായിട്ടുള്ള ഋഷിമാരെ കുറിച്ച് നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. ആധുനിക മനഃശാസ്ത്രം ഫ്രോയിഡിനെയും യുങ്ങിനെയും ഒക്കെ കുറിച്ചിട്ട് വലിയ ആശയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഭാരതീയ ദർശനങ്ങളിലുള്ള മനഃശാസ്ത്രത്തെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒന്നതിന് പഠനം നടത്തി നോക്കൂ. എത്ര കാലങ്ങൾക്ക് മുമ്പ് ഭാരതീയ ഋഷിമാര് മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചത്, അതായത് പാശ്ചാത്യ ലോകം ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ അത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉപനിഷത്തിൽ തന്നെ കാണാൻ സാധിക്കും, മനയേവ മനുഷ്യാണാം കാരണം ബന്ധയോ മോക്ഷയോഹോ. ഒരു മനുഷ്യന്റെ സുഖത്തിനും ദുഃഖത്തിനും അവന്റെ ഉയർച്ചയ്ക്കും അധപ്പതനത്തിനും എല്ലാം കാരണമായിരിക്കുന്നത് അവന്റെ മനസ്സാണ്, മനസ്സിലെ ചിന്തകളാണ്. വെറുതെ പറഞ്ഞു വെക്കുകയല്ല, എങ്ങനെ ഈ മനസ്സിന്റെ ചിന്തകളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, എങ്ങനെ അതിനെ ഡൈവേർട്ട് ചെയ്യാം, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ, ഇന്നലെ നമ്മൾ പറഞ്ഞു, മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഫ്രോയിഡിന്റെ ആണെങ്കിലും യുങ്ങിന്റെ ആണെങ്കിലും മറ്റുമൊക്കെയുള്ള വലിയ മനഃശാസ്ത്ര ചിന്തകരെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിലും എത്രയോ ഗാംഭീര്യമായിട്ടുള്ള ആഴത്തിൽ ഇവിടെ അതിനും എത്രയോ മുമ്പ് നമ്മുടെ ഭാരതീയ ഋഷിമാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ ഒരു ഈശ്വര വിശ്വാസം കൊണ്ട് നമ്മുടെ മനസ്സ് വികസിക്കുകയാണ് വേണ്ടത്. ഈ മനസ്സിന് വികാസം വരുമ്പോഴാണ് മറ്റൊരാളെ പരിഗണിക്കാൻ തയ്യാറാവുക. അപ്പൊ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ളതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മറ്റൊരാളെ പരിഗണിക്കാൻ തയ്യാറാവുക. അതാണ് ആദ്യം വേണ്ടത്. പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു മേൽക്കോയ്മത്തരം നമുക്ക് കാണാൻ പറ്റും. നമ്മളത് ഇല്ല എന്നൊക്കെ പറയും. നമ്മൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മൾ പറയും എന്നല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഉള്ളില് കിടക്കുന്നതായിട്ടുള്ള ഒരു സാധനമുണ്ട്. ഒന്നുകിൽ ഒരു പുരുഷ മേധാവിത്വം എന്നുള്ളതായിട്ടുള്ള ഒരു സാധനം അവിടെ കിടക്കും. പുരുഷന്മാർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, സ്ത്രീകൾക്ക് അതിലും വലിയ മേധാവിത്വം ഉണ്ട്. ഞാൻ ആരുടെ അടിമൊന്നുമല്ല അല്ലേ, വന്ന് സാധനം പുറത്തേക്ക് വരും ഇടയ്ക്ക്. അപ്പൊ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ, മനസ്സ് തുറന്ന് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. എപ്പോഴും ഒരാളുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കണമെങ്കിലും അതിനെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അയാളെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അതില്ലാതെയാവുമ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ മുൻവിധികൾ വെച്ചിട്ടാണ് ചെയ്യുക. ഈ മുൻവിധികൾ വെച്ചിട്ട് ആകുന്ന സമയത്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് പിന്നെ ആ പറയുന്നത് ഒരു നല്ല കാര്യമാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രമാണ് നമ്മൾ എടുക്കുക, ചർച്ച ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ക്രമേണ ആരാണോ ഈ പറയുന്നത് ആ വ്യക്തിയോട് നമുക്ക് വിദ്വേഷമായിട്ട് മാറുന്നു. ഈ പറഞ്ഞതിന്റെ ശരി തെറ്റുകളെ നമ്മൾ മാറ്റിവെക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളോട് എന്നോട് എന്താ അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ സംഘർഷമായിട്ട് മാറുന്നു. അപ്പൊ ഇതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ നമ്മുടെ ഉള്ളിലാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സ് ഈ സങ്കുചിതമായിട്ടുള്ള ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സ്വയം നമ്മൾ അങ്ങ് കരുതി വെച്ചിരിക്കുകയാണ്.
ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് എന്നോട് മറ്റുള്ളവര് പെരുമാറുന്നത് ഇന്ന ഭാവത്തിലൊക്കെ ആയിരിക്കണം എന്ന് ആരാ പറഞ്ഞത്? ഞാൻ തന്നെയാണ് പറഞ്ഞത്, വേറെ ആരുമല്ല. അങ്ങനെ പറയാൻ എന്താ അതിന്റെ ഒരു ബേസ്? എന്താ ബേസ്? ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ, അതിന്റെ അപ്പുറമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ അപ്പുറത്തും ഇരിക്കുന്ന ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്ക് വല്ല കുറവുണ്ടാവുമോ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെയാണ് പറയുന്നത് ഈ മനസ്സ് വിശാല. അതുകൊണ്ടാണ് യാവത് കൃഷ്ണൻ തേ ജനാഹ. അപ്പൊ ഒരു കുടുംബത്തില് അതുകൊണ്ടാണ് വീട്ടില് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഒരു കുടുംബത്തിൽ ഒരു ഈശ്വര ഉപാസന. കാരണം മനുഷ്യ ജീവിതമാണ്, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വിഷയങ്ങൾ ഉണ്ടാവും. കാരണം രണ്ട് വ്യത്യസ്ത വ്യക്തികളാകുന്ന സമയത്ത് ആ വ്യക്തികളുടെ സ്വഭാവം വേറെയാണ്, സംസ്കാരം വേറെയാണ്. അപ്പൊ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവണം, പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ സാധിക്കണം. ഒരാൾ പറയുന്നത്, ഇന്നത്തെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ സമൂഹത്തിൽ പൊതുവെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ആരും കേൾക്കാൻ തയ്യാറല്ല. നമ്മളൊക്കെ പറയാനുള്ള ആളുകളാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരസ്പരം കാണാവുന്നതാണ്. നമ്മളൊരാളോട് പോയിട്ട് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം, എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിക്കോട്ടെ, അങ്ങനെയുള്ളവരോടാണല്ലോ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുക. നമ്മൾ ആ സുഹൃത്തിനോട് പോയിട്ട് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഒന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. എത്ര സമയം നമുക്ക് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും? 4 വാക്ക് പറയുമ്പോഴേക്ക് പിന്നെ അയാൾ കഥ ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്. അങ്ങനെയാണ്. നമ്മളൊക്കെ വക്താക്കളാണ്, കേൾക്കാൻ ആർക്കും നേരമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലരുടെയും പ്രശ്നം, ഈ പല ആളുകളുടെയും പ്രശ്നം കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് ആരെങ്കിലും വിശ്വാസമുള്ള ഒരാളോട് തുറന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 40-45% നമ്മുടെ മനസ്സിന്റെ ഭാരമില്ലാതെയാവും. ഒന്ന് തുറന്ന് സംസാരിക്കാൻ. പക്ഷെ അതിന് പറ്റിയൊരു സ്ഥലമില്ല. ഒന്നാമത് കേൾക്കാൻ ആരും തയ്യാറല്ല. ഇനി രണ്ടാമത് ആരെങ്കിലും കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് വേണം പറയാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിലിട്ട മാതിരിയാവും എന്നുള്ളതാണ്. എല്ലാ കാര്യവും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ ഈ കുംഭസാരം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വെറുതെയല്ല, ഇത് ഭാരതീയ ഋഷിമാർ ഈ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ കുടുംബ ജീവിതത്തില് ഈ ഭാര്യാഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഏറ്റവും നല്ല 2 സുഹൃത്തുക്കളും കൂടിയായി മാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ ഒക്കെ അടിത്തറ ഉണ്ടാവുന്നത്. കാരണം ഇത്രയും മനോഹരമായിട്ട് കുടുംബ ജീവിതത്തെ ഭാരതത്തിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ട് സ്വാമി വിവേകാനന്ദജി വിദേശങ്ങളിൽ പോയിട്ടുള്ള സമയത്ത് വിദേശങ്ങളിൽ ഈ ഭാരത സ്ത്രീകളെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് ഭാരതത്തിന്റെ കൾച്ചറിനെയൊക്കെ വളരെയധികം പുച്ഛിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ വിദേശങ്ങളില്. അപ്പൊ ആ സമയത്ത് ഈ വിവേകാനന്ദ സ്വാമിജി അവിടെയുള്ള ആളുകളോട് പറഞ്ഞതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, പാശ്ചാത്യ ലോകത്തിന്റെ കൺസെപ്റ്റും ഞങ്ങളുടെ ഇന്ത്യയുടെ കൺസെപ്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പാശ്ചാത്യ ലോകത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയൊഴിച്ച് ബാക്കിയൊക്കെ ഭാര്യമാരാണ്. സ്വന്തം അമ്മയൊഴിച്ച് ബാക്കിയൊക്കെ ഭാര്യമാരായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു കൾച്ചറാണ് നിങ്ങളുടെ ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അമ്മമാരായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റാണ് ഭാരതത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഈ കുടുംബ ജീവിതത്തിൽ നമുക്ക് ആദ്യം ആ ഒരു തുറന്ന് സംസാരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ഈ അടിമ ഉടമ മനോഭാവം മാറി നല്ല 2 സുഹൃത്തുക്കൾ കൂടിയായി മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും അത് പറയാൻ എന്താ കാരണം? വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കാൻ എന്തുകൊണ്ടാണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എപ്പോഴും നല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള അച്ഛനമ്മമാരുടെ മക്കൾക്ക് മാത്രമേ തുറന്ന് സംസാരിക്കാനും, അതായത് ബുദ്ധിക്ക് വേണ്ടതായിട്ടുള്ള വികാസവും അവർക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ കിട്ടൂ എന്നുള്ളതാണ്. കാരണം കുട്ടികൾ വളർന്ന് വലുതാകുന്നതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് എന്നും അച്ഛനും അമ്മയും പരസ്പരം ആരോപണങ്ങളാണ്, മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത്, വഴക്കാണ്, ബഹളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബത്തില് നല്ല ഹൃദയ വിശാലതയുള്ള, ബുദ്ധിക്ക് സ്ട്രെങ്ത് ഉള്ള കുട്ടികൾ എങ്ങനെ ഉണ്ടാവും? ഇത് കണ്ടിട്ടല്ലേ അവൾ വളരുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കുടുംബത്തിൽ ഇതെല്ലാം നമ്മൾ വളരെ ആചാര്യന്മാര് പറയുന്നത് വെറുതെ ഉള്ള ഒരു കാര്യങ്ങളല്ല. ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫാമിലി ഉണ്ടാവണം എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനൊക്കെയുള്ളൊരു ബേസാണ് പറയുന്നത്. നമ്മുടെ വീടുകളില് എത്ര കാലങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്ത അവസ്ഥയാണ് അല്ലേ? കാരണം മിക്കവാറും ഒക്കെ നമ്മൾ വാട്സപ്പിലും ബാക്കിയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ വന്നു കഴിഞ്ഞാൽ തന്നെ ആരോ ഇതിപ്പോ അങ്ങനെയാണല്ലോ നമ്മുടെ രീതി മാറുന്നത്. ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം കാണുകയുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. ഭാര്യ കറിയും ചപ്പാത്തിയും കറിയാണുള്ളത്. അപ്പൊ കറിയും ചപ്പാത്തിയും ഒക്കെ അവിടെ ടേബിളിൽ കൊണ്ടുവച്ചു. അദ്ദേഹം എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നുണ്ട്, എന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് എന്ത് കറിയായി ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു സ്വാദുമില്ല, അതിൽ ഉപ്പുമില്ല, ഒരു സാധനമില്ല, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക? എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് വായിൽ വെക്കാൻ കൊള്ളാവുന്നത് എനിക്ക് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ച് ഭർത്താവ് ഫുൾ പ്രഷറിൽ നിൽക്കുകയാണ്. ഭാര്യ ഒന്നും മിണ്ടാണ്ട കുറേ നേരം കേട്ടു എന്നുള്ളതാണ്. ഇത് പറച്ചിൽ മുഴുവൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ ഈ ചുക്കുവെള്ളത്തിൽ മുക്കിയിട്ട് ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആ കറി എവിടെ ഇരിക്കണം നോക്കിയിട്ടില്ലേ? കാരണം കറിയപ്പുറം ഇത് കണ്ടിട്ടില്ല. ഇതിലാണ് എവിടെയോ മുക്കി കഴിക്കണോ ഇതാണ് അവസ്ഥ. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ പത്രത്തിലൊരിത് കണ്ടു. സ്വീഡനില് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണ് അതുപോലെ TV ഇത് കൊടുക്കാൻ പാടില്ല, കാണിച്ചു കൊടുക്കാൻ പാടില്ല, നിയമം മൂലം കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ? സ്വീഡനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂർ നേരം സ്ക്രീന് നോക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ കൊണ്ടുവന്നല്ല. കാരണം ഈ ഇപ്പോഴത്തേതായിട്ടുള്ള കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ അനവധി പ്രശ്നങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് പഠനം നടത്തിയിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട്, നമുക്കിവിടെ ഹേമ കമ്മീഷൻ അന്വേഷിക്കലും ബാക്കിയുള്ളതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടികൾ. അല്ലാണ്ട് ഇങ്ങനെയുള്ള നാടിന് വേണ്ട കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. കാരണം ബാക്കിയുള്ളത് അതൊക്കെ അല്ലേ, എങ്ങനെയാണോ നമ്മൾ പ്രബുദ്ധരാണ്, അതുകൊണ്ട് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നാടിന് ഗുണമുള്ള കാര്യങ്ങളാണ് പുറം രാജ്യങ്ങളിലൊക്കെ അന്വേഷിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും 2 വയസ്സ് വരെ നോക്കാനേ കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിയമം കൊണ്ടുവന്നാൽ നടക്കുവോ? നടക്കില്ല. കാരണം കുട്ടി ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോക്കോ അല്ലേ ഇപ്പോഴത്തെ ചാനല്? പോക്കോ അല്ലേ? അത് വെച്ചു കൊടുക്കുന്നുള്ളതാണ്. ഇത് വലിയൊരു പ്രശ്നമാണേ. കാരണം ഈ TV ആണെങ്കിലും മറ്റുള്ള എത്രയോ കുട്ടികളുണ്ട് ഇതില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ട്. ഇത് ആരാ ശീലാക്കിയത്? വീട്ടുകാർ ശീലാക്കുകയാണ്. കാരണം ഇത് കണ്ടിരിക്കുമ്പോൾ വേറൊരു ഗുണമുണ്ടേ, കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഇതിലായിരിക്കും. എന്ത് സാധനമാണെങ്കിലും അകത്ത് കയറുന്നുള്ളതാണ്. വല്ല പിണ്ണാക്കും കുഴച്ചു കൊടുത്താലും കഴിക്കും. കാരണം കുട്ടിക്ക് അവിടെ മറ്റേ ഇതിനെ കാണുന്നതേ, അല്ലാണ്ട് ഈ ആഴത്തേക്ക് എന്ത് പോകണമെന്നുള്ള ചിന്തയില്ല എന്നുള്ളതാണ്. അപ്പൊ കണ്ട് ഇതിന് അഡിക്ഷനായിട്ട് വരികയാണ്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ചുരുങ്ങിയ പക്ഷം ആ ഒരു സമയത്തെങ്കിലും നമ്മൾ എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങൾ അവരവരുടെ മൊബൈലും കാരണം ഇന്ന് മൊബൈലൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും കൂടി പരസ്പരം ഇരുന്ന് ഒരു കത്ത് വായിച്ചതിന്റെ ഒരു ഇതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. ഇപ്പോഴത്തെ അങ്ങനെയാണല്ലോ നമ്മള് കുടുംബം അങ്ങനെയാണ് പറയല്ലേ, 2 അറ്റം മുട്ടിക്കണമെങ്കിൽ 2 പേരും ജോലിക്കാണ്. ഇത് വല്ലാത്ത അറ്റായി പോയി. അപ്പൊ ഇതിന്റെ വലിപ്പം എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഇതുവരെ ആലോചിച്ച് കിട്ടിയില്ല. കാരണം കുടുംബത്തിന്റെ 2 അറ്റം മുട്ടിക്കാനേ, കാരണം നമ്മുടെയൊക്കെ പലതും അങ്ങനെയാണ്. ഈ കലിയുഗത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് പറയുന്നത് ഹ്രസ്വകായ മഹാ ആഹാര എന്നാണ് അതിനൊക്കെ ഭാഗവത്ത് തന്നെ പറഞ്ഞത്. ചെറിയ ശരീരമായിരിക്കും, പക്ഷെ കഴിക്കണത് കണ്ടു കഴിഞ്ഞാൽ പിടുത്തം കിട്ടില്ല എന്നുള്ള അമ്മാതിരിയുള്ള ഒരു രീതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ജോലിയാണ്, അത് ജോലിയൊക്കെ ആവശ്യമാണ്, അതില്ലാണ്ട് നടക്കില്ല. അപ്പൊ ഇതുപോലുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഭർത്താവാണെങ്കിൽ നല്ല ഉന്നതമായിട്ടുള്ളൊരു ജോലിയാണ്, ഭാര്യയാണെങ്കിൽ ടീച്ചറാണ്, അധ്യാപികയാണ്. അപ്പൊ അവര് അങ്ങനെ ഒരു ഇടയ്ക്ക് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ദിവസം വന്ന സമയത്ത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യ ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്, ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് അദ്ദേഹം ചോദിച്ചു, അല്ല എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണം, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്.
അല്ല ഏട്ടാ, ഒന്നുമല്ല. ഇന്ന് ഈ ചെറിയ കുട്ടികൾ ആണ് പഠിക്കുന്നത് അവരുടെ ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് അത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ടീച്ചർമാരൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് ചോദിച്ച് അത് നിങ്ങൾ പറയണ്ട, ഒരു പേപ്പറിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ചിലർക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കാരണം ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണല്ലോ നമ്മൾ എഴുതുക. അതുപോലെ ഓരോരുത്തർ ചിലർക്ക് ഡ്രൈവർ ആവണം, ചിലർക്ക് പട്ടാളക്കാരനാവാനൊക്കെ എഴുതി. പക്ഷേ ഒരു കുട്ടി എഴുതിയതായിട്ടുള്ള എഴുത്ത് അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എഴുത്തായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി എന്നുള്ളതാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ? ഞാനും അത് ചോദിച്ചു. ഞാൻ ആ കുട്ടി, കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ നിനക്ക് ഇങ്ങനെ ഈ ഒരു മൊബൈൽ ഫോൺ ആവാൻ ആഗ്രഹം, എന്താ അത് എന്ന് ചോദിച്ചു. കാരണം അതൊരു വിചിത്രമായിട്ടുള്ള ആഗ്രഹം ആയതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചതും അവനെ പേഴ്സണലായിട്ട് വിളിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവനുള്ള കാരണം പറഞ്ഞു. എൻ്റെ വീട്ടിൽ അത്യാവശ്യം ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അച്ഛന് ജോലിയുണ്ട്, അമ്മയ്ക്ക് ജോലിയുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനോട് ചിലപ്പോൾ, എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ നമുക്കറിയാം, നഴ്സറിന്നോ മറ്റൊന്നൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും അവർക്ക്. ഞാൻ എൻ്റെ സന്തോഷവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാൻ നിൽക്കും. അച്ഛനോട് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചു നേരം തുടങ്ങുമ്പോഴേക്കാണ് അച്ഛൻ ഒന്നുകിൽ എന്തെങ്കിലും ഫോണിൽ മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു കോള് വരും. ആ കോളും വന്ന് അല്ലെങ്കിൽ ആ മെസ്സേജും നോക്കിയിട്ട് പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണമെന്നൊന്നും കേൾക്കാൻ അച്ഛനുണ്ടാവില്ല. പക്ഷേ എപ്പോഴെന്തെങ്കിലും ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് ഫോണിലൊരു മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടാൽ വളരെ ഉത്സാഹത്തോടു കൂടി പോയിട്ട് അച്ഛൻ എടുക്കും. ഇനി അമ്മയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അമ്മ ഇതുപോലെയാണ്. ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ഫോണിൽ മെസ്സേജോ ബാക്കിയുള്ളതൊക്കെ വരും. ആ മെസ്സേജോ അല്ലെങ്കിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവരങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. മാത്രമല്ല എത്ര താല്പര്യത്തോടു കൂടിയിട്ടാണ് അവരവരുടെ ഫോണ് കയ്യിൽ നിന്ന് വെക്കാറില്ല. കാരണം രാത്രി ഉറങ്ങുന്നത് വരെ അവരുടെ കയ്യിൽ ഫോണുണ്ട്. രാവിലെ ആദ്യം എടുത്ത് നോക്കുന്നത് ഫോണാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ എന്നേക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കുന്നത് ഒരു മൊബൈൽ ഫോണിനെയാണ്. അപ്പൊ ഞാനൊരു മൊബൈൽ ഫോൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ അടുത്ത് ഒരുപാട് ലാളിച്ചേനെ, അല്ലെങ്കിൽ എന്നെ എപ്പോഴും കയ്യിൽ വെച്ചേനെ എന്ന്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതെന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു, സംഗതി ശരിയല്ലേ. വാസ്തവത്തില് ആ കുട്ടി എഴുതിയതും കാര്യമുണ്ട്. ഇന്നത്തെ തലമുറ ഇങ്ങനെയൊക്കെ ആയി മാറിയിരിക്കുകയാണ്. വളരെ കഷ്ടമുണ്ട്. അല്ല, നിനക്ക് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ ഒന്ന് വിളിച്ച് സംസാരിക്കായിരുന്നില്ലേ ഇങ്ങനെയൊന്നും പാടില്ല എന്നുള്ളത്? കാരണം ഇങ്ങനെ കുട്ടികൾ, ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മളെ രക്ഷിതാക്കളല്ലാണ്ട് ആരാ അവരുടെ വാക്ക് കേട്ടുക? ആ രക്ഷിതാക്കളെ ഒന്ന് വിളിച്ച് നീ സംസാരിക്കുക. വേണമെങ്കിൽ ഞാനും സംസാരിക്കാം. ഇങ്ങനെയൊന്നും പാടില്ല. നമുക്ക് ജോലി വേണം, ജീവിക്കാൻ സൗകര്യങ്ങളും മറ്റതൊക്കെ വേണം. പക്ഷേ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ മുഴുകി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയല്ലേ ജീവിക്കുന്നത്. അവരെ ഒന്ന് കേൾക്കാനേ അവരൊന്ന് ശ്രദ്ധിക്കാനോ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ പറയണം. നീ അവരുടെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവര് ഒന്നും മിണ്ടിയില്ല. അല്ല, നീ എന്താ പറഞ്ഞാൽ അവരെ രക്ഷിതാക്കളെ നിനക്ക് അറിയില്ലേ? ഏതാ ഈ കുട്ടി? ആരാ ഈ കുട്ടി? എങ്ങനെ ഈ കുട്ടി? ഏതാണ് ഈ കുട്ടി? എഴുത്തെഴുതിയ കുട്ടി ഏതാന്ന് ചോദിക്കുക. നമ്മുടെ മോനായി എഴുതിയെന്നുള്ളതാണ്. നമ്മുടെ മോനാണ് ഈ എഴുതിയിട്ടുള്ള എഴുത്തേ. ഇത് തന്നെയാണ് മിക്കവാറും എല്ലായിടത്തും നടക്കുന്നതേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ ആരോ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് നമ്മൾ. ചെറിയൊരു നെറ്റ് അല്ല, അത് വലിയൊരു നെറ്റാണ്. മാത്രമല്ല നമ്മൾ ഈ മൊബൈൽ ഫോണ് നമ്മൾ പിടിച്ചിരിക്കുകയാണ് ചെയ്യണത് എന്നുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, നെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ വലയിൽ കുടുങ്ങിയിട്ട് വലയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ട് കിടക്കുന്നത് നമ്മളാണ്. ഇപ്പോഴേ നമ്മുടെ എത്ര സമയം അപഹരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അപഹരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും വീട്ടിലെല്ലാം അങ്ങനെ ഒരു ചിട്ട വെക്കുക. കുട്ടികളാണെങ്കിൽ എല്ലാവരും കൂടി നിശ്ചിതമായിട്ടുള്ള ഒരു സമയത്ത് വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല.
വലിയ കടുത്ത തീരുമാനം. അത് പ്രാക്ടിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല അല്ലേ? കാരണം ഇപ്പൊ ആരാണോ നിയമം കൊണ്ടുവരുന്നത് അയാൾ ആദ്യം എടുത്തു വെക്കാൻ തയ്യാറാവണേ. അപ്പൊ ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള സന്തോഷം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ വന്ന് പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലേ. കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഐകമത്യ സൂക്തം, പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ ചെയ്യും. കയ്യിലിരിപ്പ് നോക്കിക്കഴിഞ്ഞാലോ, സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ കുന്തടത്തിൽ വെയിലെടുത്തിട്ട് നമ്മളെ കുത്താത്തത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ഇതാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നതാണ്. കാരണം നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ധാരണ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മുടെ ജീവിതം നന്നാക്കാൻ അത് ഭഗവാന്റെ അടുത്താണ്. അതിനാണ് നമ്മൾ വേണമെങ്കിൽ ഒരു പാട്ട എണ്ണ കൊടുക്കും, അതൊക്കെ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ കൃഷ്ണാവതാരം എവിടെയാണ് ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. മാനസിക വികാസമാണ് ഉണ്ടാവേണ്ടത്. ഇടയ്ക്ക് നമ്മളത് ഒന്ന് സ്വയം ആലോചിക്കുകയും വേണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലുള്ള അന്തരീക്ഷം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇന്നലെ നമ്മൾ ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചു. കംസന്റെ കാരാഗൃഹത്തില് ആകെ ചങ്ങല പൂട്ടുകളെ കൊണ്ട് പൂട്ടപ്പെട്ടതായിട്ടുള്ള ആ കാരാഗൃഹത്തിലാണ് വസുദേവരും ദേവകിയും അവിടെ തടങ്കലിലായിരുന്നു. ഇങ്ങനെ അവിടെയൊക്കെയുള്ള സമയത്ത് ഈ ദേവകി എപ്പോഴാണോ ഭഗവാന് ജന്മം നൽകുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ ആ കാരാഗൃഹത്തിൽ അവതരിക്കുന്നത്, ആ സമയത്ത് ഇവരുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ ചങ്ങലക്കെട്ടുകള് അഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഇവരുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ളതായിട്ടുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു. മാത്രമല്ല കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നുപോയി. അപ്പൊ ചിലര് ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അല്ലേ? ജയിലിന് ഇത്രയും വലിയ പൂട്ടൊക്കെ പൂട്ടിയിട്ട് അതങ്ങോട്ട് തുറക്കുക, തുറന്നെന്ത് ചെയ്യും? അങ്ങനെയും ചോദിക്കാമല്ലോ. ഒരു ദിവസം ഇപ്പൊ നമ്മൾ ഗംഭീരമായിട്ട് ഇവിടെ പൂട്ടിയിട്ട് പോയി നിൽക്കാം. ഇവിടുത്തെ അല്ല കേട്ടോ, വേറെ എവിടത്തെങ്കിലും ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ പറയും സ്വാമിയാർ വന്നിട്ട് അമ്പലം നമ്മുടെ വീടിന്റെ പൂട്ട് അത് പറഞ്ഞാൽ വീടിന്റെ ഗേറ്റൊക്കെ നമ്മൾ നന്നായിട്ട് പൂട്ടിയിട്ട് പോകും. നമ്മൾ പോകുമ്പോൾ അത് തുറന്നു കിടക്കുന്നുണ്ടോ? എന്താ ചെയ്യുക? ഒന്ന് എങ്ങനെ ഇപ്പൊ തുറന്ന്, ആരാ തുറന്ന്? ഇനി ഞാൻ പൂട്ടിയിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞു അല്ലെ? കുറച്ചു നേരം ചിന്തിക്കുക, അടുത്തെന്തെങ്കിലും കാര്യം അത് മറന്നു ഉത്തരയുള്ളൂ. അപ്പൊ ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ ഭൂമി വിണ്ടുകീറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കിലോമീറ്ററുകള് ഭൂമി വിണ്ടുകീറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഴം എത്രയാന്നുള്ളത് അറിയാൻ സാധിക്കില്ല. ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ, പെട്ടെന്നൊന്നുമല്ല, 7 ഭൂഖണ്ഡങ്ങളുള്ളത് മിക്കവാറും ഭൂഖണ്ഡം ഒന്നുകൂടി ആവാൻ സാധ്യതയുണ്ട്. 8ാമത്തെ ഭൂഖണ്ഡം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് റീസൺ ഒന്നും അറിയില്ല. ഭൂമി ഇങ്ങനെ വിണ്ടുകീറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന് കാരണം അറിയില്ല. ഇപ്പൊ ഈ കോവിഡ് സമയത്ത്, കൊറോണ വന്നിട്ടുള്ള കോവിഡ് സമയത്ത് കടലിൽ, പൊന്നാനി കടപ്പുറത്ത് വലിയൊരു മണൽത്തിട്ട രൂപം കൊണ്ടതായിട്ട് പത്രത്തിൽ വായിച്ചിരുന്നു അല്ലേ? ഒരുപാട്, ഏകദേശം 2-3 കിലോമീറ്ററോളം കടലിന്റെ ഉള്ളിലേക്ക് ഒരു മണൽത്തിട്ട. അറിയില്ല, ഒരു ദിവസം സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഉള്ളിലേക്ക് നടന്നു പോകാവുന്ന രീതിയിൽ ഒരു പാലം മാതിരിയുള്ള ഒരു മണൽത്തിട്ടയുണ്ട്. എന്നിട്ട് അവിടെ ആളുകൾ ഇത് കാണാൻ വന്ന് ഉൾക്കടലിലേക്ക് നടന്നു പോവുകയാണ്. നല്ല സുഖമായിട്ട് നടന്നു പോകാൻ. പണ്ട് രാമേശ്വരത്ത് നിന്ന് പോയ മാതിരിയുള്ള വലിയൊരു പാലം മാതിരി. അങ്ങനെ പോലീസൊക്കെ വന്നിട്ടാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്. എന്നിട്ട് ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തുവോ? ഇങ്ങനൊരു സാധനം വരാൻ പാടില്ല. കടലിൽ ഇങ്ങനെ അങ്ങോട്ട് മണല് വരിക നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണ്. ആരെങ്കിലും ചോദിച്ചു ഇങ്ങനെ വരാൻ പാടുണ്ടോ എന്നുള്ളത്? ഒന്നുമില്ല. ഇപ്പൊ ലോകത്ത് പലതും സംഭവിക്കും. നമ്മുടെ യുക്തിക്കോ നമ്മുടെ കാര്യത്തിനോ നടക്കുന്നതൊന്നുമല്ല ലോകത്ത് നടക്കുക. അപ്പൊ ഏതാണെങ്കിലും ശരി, ഇവിടെ ഈ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു, ഇവരുടെ കയ്യിലുള്ള ആ ചങ്ങലക്കെട്ടുകളൊക്കെ അഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് യാതൊരു സംശയങ്ങളും ഇല്ലാത്ത രീതിയിൽ അതിന്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശ്വരീയ ഭാവനകൾ വികസിക്കുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു സുഗന്ധം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ജീവിത ഭാരം എന്നൊക്കെ പറയില്ലേ, ആ ജീവിത ഭാരത്തില് ഈ സംസാര ദുഃഖത്തിൽ എരിപൊരി കൊണ്ടിട്ട് ഒരു മനസമാധാനവും ഇല്ലാതെ നടക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നിന്ന് എപ്പോഴാണോ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈശ്വരാഭിമുഖമാക്കി വെക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഇത്രയും മനോഹരമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക.
അത് പുറമേ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു എറ്റേണൽ ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. ഈ ഒരു ഹാപ്പിനെസ് എപ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുക, ആ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് വാസ്തവത്തിൽ നമ്മൾ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെയൊരു വശം ഉണ്ടായിരുന്നോ. ഇത് വെറുതെ പറയുന്നതല്ല, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അത് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അറിയാത്ത ആളുകൾ ഉണ്ടെന്ന് ഒരിക്കലും പറയരുത്. എത്രയോ ആളുകളുടെ അങ്ങനെയുണ്ട്. സ്പിരിച്വൽ ആയിട്ട് നമ്മളൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള ഒരു ആനന്ദത്തെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ഹാപ്പിനെസ് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സന്യാസിമാരാവണം, ഹിമാലയത്തിൽ പോകണം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എത്രയോ നല്ല ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, ധാരാളം പേരുണ്ട്. അവരവരുടെ ജോലിക്ക് പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എത്രയോ സാധാരണ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതിന് പ്രായപരിധിയൊന്നുമില്ല. ഈ 60-70 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും, അങ്ങനെയുള്ള ഒന്നുമില്ല. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവിടെ ആശ്രമത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരും. വളരെ ഫ്രീ ബേർഡ് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഈ ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക എന്നുള്ളതിനർത്ഥം ഫ്രീ ബേർഡ് ആവേണ്ടത് നമ്മുടെ മാനസികമായിട്ടാണ് ഈ കെട്ടുപാടുകളില്ലാതെ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഓരോ ദിവസവും സന്തോഷമായിട്ട് ഫുൾ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുതകളെ പോലെയാണ്. കഴുതകൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊന്നും വിചാരിക്കരുത്, ഗംഭീരമായിട്ടുള്ള ജീവിയാണ് കഴുത. അപ്പൊ ഈ കഴുതകളെ പോലെ എന്ന് പറയാൻ കാരണം അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയണം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നു. ആ അലക്കുകാരന് ഒരു 2-3-4 കഴുതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അലക്കുകാരൻ കഴുതപ്പുറത്താണ് ഈ തുണികളൊക്കെ കൊണ്ടുവരുമൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ വാഹനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ഈ കഴുതകളാണ് അദ്ദേഹത്തിന്റെ വാഹനം. അങ്ങനെ 2-3 കഴുതകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറഞ്ഞ വിലക്ക് കിട്ടിയപ്പോൾ ഒരു 4 കഴുതയെ കൂടി അദ്ദേഹം വാങ്ങിച്ചു. അല്ലെ, ബിസിനസ്സൊക്കെ കുറച്ച് വിപുലപ്പെടുത്താന്നൊക്കെ വിചാരിച്ചിട്ടാവാം. പുതിയ 4 കഴുതകളെ കൂടി അദ്ദേഹം വാങ്ങിച്ച് ഈ കഴുതകളെ കെട്ടുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ 1-2 കഴുതകൾക്കൊക്കെ സ്ഥലമുണ്ട്, അതിനുള്ള കയറും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 8 കഴുതകളെയും കെട്ടാനുള്ള കയറില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, അവരുടേതായിട്ടുള്ള ചില ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ 4 കഴുതകൾ എന്താണെങ്കിലും പുതിയതിനെ കൊണ്ടുവന്നതാണ്, അതിനെന്താണെങ്കിലും കെട്ടിയിടണം. വേറെ ഒരു 2 കയറും കൂടി ഉണ്ട്. ആ 2 കയറ് കൊണ്ട് മറ്റ് പഴയതിന് 2 കെട്ടി, 2 കെട്ടാൻ കയറില്ല. അപ്പോ ഈ നാട്ടിൻപുറത്തുകാർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. അലക്കുകാരൻ എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ ഉള്ള ഒരു കുറ്റിയുടെ അടുത്ത് പോയിട്ട് ഈ കഴുതയെ പിടിച്ചിട്ട് കെട്ടിയിടുന്ന മാതിരി ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. കഴുത ഓക്കെ റെഡി. അങ്ങനെ അദ്ദേഹം പോയി. പിന്നെ നേരം പുലർന്നു. അദ്ദേഹം തന്റെ മകന് ഒരു കുട്ടിയുണ്ട്, ആ മകനോട് പറഞ്ഞു, അന്ന് ആ കഴുതകളൊക്കെ ഒന്ന് അഴിച്ചു വിട്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് തിന്നാൻ പൊക്കോട്ടെ, അവർ അഴിച്ചു വിടാൻ പറഞ്ഞു. അപ്പൊ പയ്യൻ വന്ന് നോക്കുമ്പോ 6 കഴുതകൾക്കേ കയറുള്ളൂ. 6 അഴിച്ചു വിട്ടു. 6 കഴുതകൾ പോയി, 2 അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇതെന്താ പോവാത്തെന്ന് വിചാരിച്ച് നോക്കുമ്പോ കഴുതകൾ പോണില്ല. അപ്പൊ പയ്യന് ദേഷ്യം വന്നു. നമ്മളെ പോലെ തന്നെ ടമ്പർ കുറച്ച് കൂടുതലുള്ള പയ്യന്മാരുണ്ടാവില്ല, അവനൊരു വടി എടുത്ത് 4 കൊടുത്തു. അടി കൊണ്ടിട്ടും കഴുത അങ്ങോട്ട് ചാടും എന്നല്ലാണ്ട് അവിടുന്ന് പോകുന്നില്ല. പിന്നെ പയ്യന് പേടിയായി, ഇനി വല്ല ഭൂതം പിടിച്ചിട്ടുണ്ടോ, ഒന്നും കാണാനില്ല. ഇത് ഇവിടെ ഇങ്ങനെ ഒരു കുറ്റിയുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചാടും, നല്ല അടിയൊക്കെ കൊണ്ട് വേദനയുണ്ട്. അപ്പൊ ലാസ്റ്റ് അവൻ അച്ഛനെ വിളിച്ചു, അച്ഛൻ എന്ത് ഈ കഴുതകൾ അങ്ങനെ അഴിച്ചുവിട്ട സമയത്ത് വിറ്റകളൊക്കെ പോയി, അതിന്റെ മറ്റെണ്ണത്തിനെ കെട്ടിയിട്ടുമില്ല, അദ്ദേഹം അവിടെ നിൽക്കുകയാണ് എന്ന് പറയണം. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ഇത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണത്, എന്നാ ഞാൻ വരാം എന്ന് പറയണം. അങ്ങനെ അദ്ദേഹം വന്നു, കെട്ടിയതുപോലെ തന്നെ അഴിച്ചുവിടണമായിട്ട് കാണിച്ചു. അഴിച്ചുവിടുന്നത് കാണിച്ചോട് കൂടി 2 കഴുതി ഓടിയില്ല, അടി കൊണ്ടിട്ട് ഒരു വിധമായിട്ട് നിൽക്കുകയാണ്, ഓടി എന്നുള്ളതാണ്. കയറില്ലാണ്ട് കെട്ടിയിടുക എന്ന് പറഞ്ഞ ഇതാണ് സംഗതി. നമ്മളൊക്കെ ഈ കഴുതയെ പോലെയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ വല്ല തടസ്സവും വല്ലതും ഉണ്ടോ? പക്ഷെ ഒന്നിനും സ്വാതന്ത്ര്യമില്ല നമുക്ക്, അല്ലേ? ഒരു സ്ഥലത്ത് പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നമുക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളെ ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ചിരിക്കൊന്നും വേണ്ട, അതൊക്കെ തന്നെയാണ്. പോയിട്ട് ഇനിയിപ്പോ അല്ലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, രാവിലത്തെ പണിയുണ്ട്, ബാക്കിയുണ്ട്, പോയിട്ട് വേറെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ശരീരം ഇവിടെ ഇരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ്. ജീവിതത്തിലുള്ള ദിവസങ്ങളുള്ള സമയം സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കയറില്ലാണ്ട് നമുക്ക് തോന്നുകയാണ് എവിടേക്കോ നമ്മളെ കെട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ എനിക്ക് ഒരു പരിചയമുള്ള ഒരു ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലുള്ള ഒരു കഥയാണ്. ഇപ്പൊ എല്ലായിടത്തും വൈറലായിട്ടുള്ള മെസ്സേജുകളാണ് അതൊക്കെ. പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ഭാര്യ, ആ ഭാര്യ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും വീട്ടിൽ പോകണം, കുട്ടികൾക്കും ഭർത്താവിനൊക്കെ എങ്ങനെ ഞാൻ അയൺ ചെയ്തതായിട്ടുള്ള ഡ്രസ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇടില്ല, ഭക്ഷണം കൃത്യമായിട്ട് ഞാൻ ടിഫിൻ ബോക്സിൽ ആക്കി കൊണ്ടേ കൊടുക്കണം, എന്നാലേ അദ്ദേഹം കഴിക്കൂ, വലിയ സ്നേഹമാണെന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഭാര്യ. ഞാനില്ലെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം എന്താവും എന്നൊക്കെ വേവലാതിപ്പെട്ടതായിട്ടുള്ള ഭാര്യ അവസാനം മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു കഥയാണ് അല്ലെ. ഒന്നും സംഭവിച്ചില്ല, 2 ദിവസം കഴിഞ്ഞു അവരതേമാതിരി ജീവിക്കുകയാണെന്നുള്ളതാണ്. അപ്പോഴാണ് പിന്നെ മറ്റുള്ളവർ ചോദിക്കുന്നത് ഇവരിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓട്ടം ഓടിയിരുന്നത് എന്നുള്ളതാണ്. ഇതാണ് മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ. ലോകം അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലുവൻസിയിൽ പോകുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചില്ലെങ്കിലും അതിൻ്റെതായിട്ടുള്ള കൃത്യതയിൽ പോകും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക ഓരോ ദിവസവും. വാസ്തവത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. പലപ്പോഴും പലരും പറയുന്നത് പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ എത്ര പുരോഗമിച്ചു, ഞങ്ങൾ പുതിയ ജനറേഷനാണല്ലേ, 5th 6th ആയിട്ടുള്ള ജനറേഷനിലേക്കാണ് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമെന്നുള്ളതാണ്. ഇന്നത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. കാരണം ഈ ഒരു ആനന്ദം അല്ലെങ്കിൽ ഈ ഒരു സുഖം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് മിക്കവാറും ഈ ലഹരികളുടെ പിന്നാലെ പോകുന്നതെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലോ മറ്റോ കാര്യങ്ങളിലോ ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം, സുഖം എന്നുള്ളത് നമുക്കൊരു സ്വല്പമെങ്കിലും 0.5% നമുക്ക് അത് ഫീൽ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ലോകത്തിന് ഒരു ലഹരിക്കും ഇത്രയും നല്ലൊരു സുഖം തരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ലോകത്തൊന്നിനും സാധിക്കില്ല. അത്രയും വലിയ ലഹരിയാണ് ആധ്യാത്മികതയിലുള്ളത്. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ ജനറേഷൻ നമുക്കറിയാം. ഇപ്പൊ എന്തെല്ലാമാണ് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ LSD, MDMA, പുതിയ സാധനങ്ങൾ വേറെ. ഇതൊക്കെ എവിടെയാണ്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് വരെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പോലീസ് റിപ്പോർട്ടാണ് അല്ലെ. 4ാം ക്ലാസ് നമ്മുടെയൊക്കെ കുട്ടികള് വിദ്യാലയത്തില്, കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ പഠിക്കുന്നതായിട്ടുള്ള വിദ്യാലയത്തില് പോലീസ് കണക്ക് പ്രകാരം 1000-ലധികം സ്കൂളുകളില് ഈ ലഹരി വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് കണക്കാണ് 1000-ലധികം സ്കൂളുകളില്. പോലീസ് കണക്കെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സാധനയെ ഇല്ല എന്ന് പറഞ്ഞ പോലീസുകാരാണ് പറഞ്ഞിട്ടുള്ളൂ. 1000 സ്കൂളുകളിലധികം ലഹരി ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇല്ലാത്ത എത്ര സ്കൂൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത്രയും വലിയതായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളെയൊക്കെ പലപ്പോഴും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കാൻ ആളുണ്ടാവില്ല, വരില്ല എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും നമ്മുടെ കുട്ടികളെയൊക്കെ എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുന്നത്, എന്തിനാണ് ഈ സത്സംഗങ്ങളിലൊക്കെ കുറച്ച് സമയമെങ്കിലും കൊണ്ടുവരുന്നത്, എന്തിനാണ് വീടുകളിൽ ഇരുന്ന് കുറച്ച് സമയമെങ്കിലും നാമം ജപിക്കുന്നത്? അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. കാരണം അവർ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വഴിക്ക് അവരെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു ചിന്ത, ഈ ഒരു ആ ഈശ്വരീയമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കടത്തി വിട്ടു കഴിഞ്ഞാലേ അവരിങ്ങനെ ഡൈവേർട്ടായി പോകാതിരിക്കൂ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ആധ്യാത്മികത. അതുകൊണ്ടാണ് യാവത് കൃഷ്ണന തേ ജനാഹ താവത് കാരാഗൃഹം ഗൃഹം എന്ന് പറയാം. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ഒരു ഭാവനകൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഫ്രീഡം നമുക്ക് വരാത്തിടത്തോളം കാലം എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ദുഃഖമായിരിക്കാം. ലോകത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെയുണ്ടല്ലോ, പലരും കാണാറുണ്ട്, ജീവിതത്തെ വെറുക്കുന്നു, എന്തിനീ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിച്ചു എന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന, ജീവിതത്തെ വെറുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ എപ്പോഴാണോ നമുക്ക് ഈ റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്ത്, ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ, അപ്പൊ ചിലപ്പോൾ മൈക്കിനൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. റേഡിയോ ചില സമയത്ത് നമ്മൾ ഓണാക്കി അതൊന്നൊരു വല്ലാത്ത അപശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപശബ്ദങ്ങൾ കേട്ടിരിക്കാനാണോ തോന്നുന്നത്, റേഡിയോ ഓഫാക്കുകയാണോ നമ്മൾ ചെയ്യാം?
റേഡിയോ ഓഫ് ആക്കും അല്ലേ. ഇതിങ്ങനെ കറട്ടെ കറട്ടെ ഇങ്ങനെയൊക്കെ കേൾക്കാറില്ല ഇടയ്ക്ക്. റേഡിയോ കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. ആ സ്റ്റേഷനൊന്നും ക്ലിയർ ആവുന്നില്ല. ഇനി വാർത്തയോ അല്ലെങ്കിൽ പാട്ടോ വരുന്നുണ്ടെങ്കിൽ ആകെ മുറിഞ്ഞ് ബഹളം. അത് ഓഫാക്കി വെക്കണപ്പാന്ന് പറയും ഇല്ലേ. അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു ഹാജിയാർ ട്രെയിനിൽ പോയ മാതിരിയാണ്. ഒരു ഹാജിയാർ ട്രെയിനിൽ പോവാണ്. നമ്മളൊക്കെ ഇടയ്ക്ക് ട്രെയിനിൽ പോണത് പോലെ ഒരു ഹാജിയാർ ട്രെയിനിലുണ്ട്. രസികനായിട്ടുള്ള നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള, ഇന്നത്തെ മാതിരിയുള്ള കുറച്ച് മുമ്പത്തെ കഥയാണ്. അന്ന് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ അതിനുള്ള ഫ്രീഡം നമുക്കില്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ ഹാജിയാർ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ട്രെയിനിൽ നടന്ന് പാട്ട് പാടുന്ന ആളുകളുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരാൾ ഇതുപോലെ ഗംഭീരമായിട്ട് വന്ന് പാട്ടൊക്കെ പാടി, ഉറക്കെയുള്ള പാട്, അങ്ങനെ വലിയ പാട്ടൊക്കെ പാടി ഹാജിയാരുടെ മുമ്പിൽ വന്നിട്ട് കൈ കാണിച്ചു. ഒരു പാട്ട് മുഴുവൻ പാടി, എന്തെങ്കിലുമൊക്കെ വേണം ജീവിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആചാര്യ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിൽ ചോദിച്ചു, അല്ല പഹയ അനക്ക് വല്ല റേഡിയോയിലും പോയി പാടിക്കൂടെ എന്ന് ചോദിക്കാണ്. റേഡിയോയിലോ? അത്രയ്ക്കൊക്കെ നല്ല പിന്നെ എമ്മാതിരി ശബ്ദം, നമുക്കൊക്കെ വല്ല റേഡിയോയില് ചാൻസ് കിട്ടും. നമ്മളെയൊക്കെ ആര് വിളിക്കാൻ കിട്ടുന്നേ എന്ന് പറയും. അത്രയും നല്ല പാട്ടാണോ ചോദിച്ചോ? അതുകൊണ്ടല്ലടോ, റേഡിയോ ആണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാലോ, നീ തൊള്ള തുറന്നു കഴിഞ്ഞാൽ നിർത്തി വെക്കാൻ പറ്റുമോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടുകയാണെന്നുണ്ടെങ്കിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ, നീ എണീറ്റ് പോകാൻ പറയാൻ പറ്റില്ല, ഇത് കേട്ട് ഞങ്ങളല്ലേ ഇരിക്കണമെന്ന് ചോദിച്ച മാതിരിയാണ്. അപ്പൊ ഈ റേഡിയോയിലാണെങ്കിലും നല്ല സംഗീതം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല പരിപാടി വരികയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം നമുക്കത് കേട്ടിരിക്കാൻ തോന്നും അല്ലേ. റേഡിയോയിലൊക്കെ ചിലപ്പോൾ നല്ല പഴയ പാട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴും അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കേൾക്കാറുണ്ട്. അതേസമയം അപശബ്ദങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലോ നമുക്കും തോന്നും അത് കേൾക്കാൻ തോന്നില്ല, അത് എങ്ങനെയെങ്കിലും അത് ഓഫ് ചെയ്താൽ മതി എന്നാൽ നമുക്കും വെറുക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് ജീവിതം. എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ശുദ്ധമായിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾക്ക് ചിലതൊക്കെ പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ടാട്ടോ. എല്ലാ കാര്യം നമുക്കിപ്പോൾ വാക്കുകളാണ് നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. അപ്പൊ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം നമുക്ക് കിട്ടുന്നത്, ജീവിതത്തിന്റെ ആ ഒരു മാധുര്യം നമുക്ക് കിട്ടുന്നത്, അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപശബ്ദങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, പുറമേ അല്ലേ. നമ്മൾ വിചാരിക്കുകയാണത് മറ്റുള്ളവർക്കൊക്കെ കുഴപ്പമുണ്ട്. പണ്ട് ഞണ്ട് നടക്കാൻ പഠിപ്പിച്ച പോലെയാണ്. ഞാനൊക്കെ കൃത്യമായിട്ടാണ്, ബാക്കിയുള്ളവർക്കാണ് കുഴപ്പം എന്നുള്ളത് നമ്മളങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കുഴപ്പം അവർക്കല്ല, നമുക്കാണ്. കാരണം ഞണ്ടേ നടക്കുന്നത് സൈഡിലേക്കാണെന്നുള്ളതാണ്. എന്നിട്ടാണ് ഞണ്ട് നോക്കിയിട്ട് നിങ്ങളൊക്കെ നേരെ നടക്കപ്പാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നടക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഉള്ളിലൊന്ന് നേരെയാക്കാൻ നോക്കുക. അപ്പൊ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ശുദ്ധമായിട്ടുള്ള സംഗീതം, അതായത് ആനന്ദത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ധാര, അമൃതവർഷം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, ആസ്വദിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതം എന്നുള്ളത് വെറുക്കാനുള്ളതല്ല, ജീവിതം ഭാരമല്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ ലൈഫ് എന്നുള്ളത്. ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. മറ്റു ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്വാളിഫൈഡ് ആയിട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കൊക്കെ തന്നിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ലൈഫ് എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ മൂല്യത്തെ അറിയുക. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് നമ്മുടെ ഉള്ളിനെ ട്യൂൺ ചെയ്യാൻ സാധിക്കണം. ഒരു കാശും ചെലവില്ലാത്തൊരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ച് എവിടെങ്കിലും പോയിരിക്കണം. കൈലാസത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഹരിദ്വാറിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഹിമാലയത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രാമേശ്വരത്ത് പോയാലേ കിട്ടൂ എന്ന് പറഞ്ഞിട്ടില്ല. എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിന് ചെറിയ ചില പ്രാക്ടീസുകൾ ആവശ്യമാണ്. അങ്ങനെയാണല്ലോ. ജിമ്മിൽ പോകുന്ന ഒരാള് സ്വപ്നം കാണുന്നത് അല്ലെ, 6 പാക്കും കട്ട മസിലും ഒക്കെയാണ്. പോകുന്നത് കുംഭവയറും കൊണ്ടാണ് പോണത്. പോകുന്നവനും പോണത് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 6 പാക്ക് അർണോൾഡിന്റെ മാതിരി ആയിട്ട് വരും എന്ന് വിചാരിച്ചിട്ടേ ഈ പോണത്. അതുകൊണ്ട് ഈ ജിമ്മിലൊക്കെ പോയി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നടക്കുമ്പോൾ ഇങ്ങനെയേ നടക്കുകയുള്ളൂ അല്ലെ. നോക്കിയില്ലേ, ജിമ്മിൽ പോണ ആളുകൾ നടക്കുന്നത് അവരിങ്ങനെ ഒതുങ്ങി നടക്കില്ല, അങ്ങനെയാ നടക്കുക. കാരണം അവന്റെ ധാരണ എനിക്ക് ഇവിടെയൊക്കെ മസിലുണ്ട് എന്നുള്ളതാണ്. ആകെ വയറ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാണുന്നവർക്കേ അറിയുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2-3 വർഷം ജിമ്മിൽ പോയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഗംഭീരമായിട്ടുള്ള മസിൽ, അവരൊക്കെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് അവരുടെ മസിലും ബാക്കിയുള്ളതൊക്കെ
വന്നിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഈ മസില് നമ്മൾ ആദ്യം പോണ കണ്ടു, ഞാഞ്ഞൂര് പോലുള്ള ഒരുത്തനാണ് പോയത്. ഇവൻ അപ്പൊ ഈ മസിൽ ഉണ്ടായിരുന്നോ? ജിമ്മിൽ പോകുന്ന സമയത്ത് ഇവൻ ഈ മസിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ജിമ്മിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ജിമ്മിൽ പോകുമ്പോ കാര്യമായിട്ടൊന്നുമില്ല. ഈ ജിമ്മിൽ പോയിട്ട് ഇവൻ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വെച്ച് കെട്ടിയിട്ടാണോ വരുന്നത്? അല്ല, അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അല്ലെ? ഈ മസിലുകളൊക്കെ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഈ വ്യായാമം ചെയ്തിട്ട് അതിനെ പ്രകടമാക്കി എന്നുള്ളതാണ്, അല്ലെ? ഇത് പുറത്തേക്ക് വരാൻ, പ്രകടമാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ അതിനുള്ള ഭക്ഷണങ്ങളും അതിനുള്ള വ്യായാമവും കൊടുത്ത സമയത്ത് അവന്റെ ശരീരത്തിൽ തന്നെ സുപ്തമായി കിടന്നിരുന്നതായിട്ടുള്ള മസിലുകൾ വികസിച്ചു വരികയാണ് ചെയ്യുന്നത്. ജിമ്മിൽ പോയാലേ സാധിക്കൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഈ ആനന്ദം. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊക്കെ നമ്മൾ മറ്റേ സാധനമായിട്ട് നടക്കുകയാണേ. ഏത്? ആകെ കുടവയറായിട്ട് നടക്കുകയാണെന്നുള്ളതാണ്. കാരണം ഇതൊന്നും നമ്മൾ ചെയ്യണില്ല. എപ്പോഴാണോ നമ്മൾ ഇതിനെ ഒരു ആചാര്യനിൽ നിന്ന്, ഒരു ഗുരുവിൽ നിന്നൊക്കെ എങ്ങനെയാണത് വേണ്ട കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടാണ് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു നാമജപം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സഹസ്രനാമ ജപമോ അല്ലെങ്കിൽ വലിയ അഭ്യാസങ്ങളിലേക്കൊന്നും പോകാതെ ആദ്യം ഒരു ട്രാക്കിൽ കയറുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ ഒരു കൊല്ലം നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോഴേ അറിയാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റങ്ങൾ. അപ്പൊ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ കൃഷ്ണാവതാരം എന്ന് പറയുന്നത് ഏതോ ദ്വാരകയിലോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ ഉണ്ടായിരുന്ന കൃഷ്ണനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള കൃഷ്ണനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ കാര്യങ്ങൾ, കാരണം എല്ലാവരും മൃത്യുഞ്ജയ ഹോമത്തിന്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം സുദർശന ഹോമൊക്കെ ഉണ്ട്. അപ്പൊ അതിലും എല്ലാവരും പങ്കെടുക്കുമെന്ന് വിചാരിക്കണു, ഇല്ലേ? തലയാട്ടുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എല്ലാവരും ആട്ടിയിട്ടുണ്ട്. അതാണെങ്കിലും എല്ലാവരും വരും എന്നുള്ളത് അറിയാം. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും കഴിയാവുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ കഴിയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനി വൈകുന്നേരം ഇതുപോലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് പ്രഭാഷണം ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം നമ്മളുടെ ഗുരുപൂജാ മന്ദിരത്തിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരെയും ഉച്ചഭക്ഷണത്തിനായി